ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം 1960. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ, അതായത് സെൻസേഴ്സ്. ക്യാമറ, സ്കാനറുകൾ എന്നിവ സംവേദനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സംവേദനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം പ്ലാറ്റ്ഫോം. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ച ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തിൽ നിന്നും ഭൂതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമ ഉപരിതലത്തിലെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി വിവരശേഖരണം നടത്തുന്ന വിദൂര സംവേദനമാണ് ഉപഗ്രഹ വിദൂര സംവേദനം. സംവേദകങ്ങൾ പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ വിളിക്കുന്ന പേര് സ്റ്റീരിയോ പെയർ. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങളാണ് ഭാസ്കര 1, അത് 1979, ഭാസ്കര 2 1981 എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഒരു സെൻസറിന് തിരിച്ചറിയാൻ കഴിയുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ അളവ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. കറുപ്പിനും വെളുപ്പിനും ഇടയിൽ സംവേദനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണമാണ് റേഡിയോമെട്രിക് സെൻസിറ്റിവിറ്റി. പ്രധാന സംവേദനങ്ങളാണ് LISS, പാൻ ആൻഡ് വൈഫൈസ്. വിദൂര സംവേദന സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് കാലാവസ്ഥാ നിർണയം, സമുദ്ര പര്യവേഷണം, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ, എണ്ണ പര്യവേഷണം, വിളകളുടെ വിസ്തൃതി, കീടബാധ എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണം, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്താൻ, വരൾച്ച, വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന്, ഭൂഗർഭജലം കണ്ടെത്തുന്നതിന്. ഇന്ത്യയും വിദൂര സംവേദനവും. ഇന്ത്യയിൽ വ്യോമചിത്രങ്ങളുടെ ഉപയോഗം ആരംഭിച്ച വർഷം 1924. ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായുള്ള ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആദ്യ നാമം ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ. നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ സെൻറ്ററിൻ്റെ ആസ്ഥാനമാണ് ഹൈദരാബാദ്. കൃത്രിമ ഉപഗ്രഹങ്ങളെ രണ്ടായി തരംതിരിക്കാം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയിലും ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാനും ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയുള്ള കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഇവ. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഇവ ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് IRS, ലാൻഡ്സാറ്റ്. അടുത്തത് ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂസംബന്ധിയ വിവരങ്ങളുടെ ശേഖരണം, ക്രോഡീകരണം, വിശകലനം എന്നിവ ഉൾക്കൊള്ളുന്ന സാങ്കേതിക വിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ.
ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം ഭൂവിവര വ്യവസ്ഥയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം കൂടി നൽകുന്ന വിവരങ്ങളാണ് സ്ഥാനീയ വിവരങ്ങൾ. വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ തയ്യാറാക്കാൻ സ്ഥാനീയ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നവയാണ് വിശേഷണങ്ങൾ. ഭൂവിവര വ്യവസ്ഥയിലെ വിശകലന സാധ്യതകളാണ് ശൃംഖലാ വിശകലനം, അതായത് നെറ്റ്വർക്ക് അനാലിസിസ്, ആവർത്തി വിശകലനം, അതായത് ബഫർ അനാലിസിസ്, ഓവർലേ വിശകലനം, ഓവർലേ അനാലിസിസ്. ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളായ റോഡ്, റെയിൽവേ, നദികൾ എന്നിവയെ ശൃംഖലാ വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് നിശ്ചിത ദൂരത്തിലോ നടത്താവുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ആവർത്തി വിശകലനം, അതായത് ബഫർ അനാലിസിസ്. വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഓവർലേ വിശകലനം ഉപയോഗിക്കുന്നു. അടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതിനിർണ്ണയം, സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ. ഭൗമോപരിതലത്തിലെ വസ്തുക്കളുടെ സ്ഥാനവും ഗതിയും കണ്ടെത്താനാണ് ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനം ഉപയോഗിക്കുന്നത്. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അമേരിക്കയുടെ ഗതി നിർണ്ണയ സംവിധാനമാണ് GPS. ഭൗമോപരിതലത്തിൽ നിന്നും 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെ ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയാണ് സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളിൽ നിന്നും വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ മാത്രമേ GPS-ന് അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം എന്നിവ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ GPS സംവിധാനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ വർഷമാണ് 1980. GPS-ന് പകരമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണ്ണയ സംവിധാനമാണ് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. IRNSS-ൻ്റെ പരിധിയാണ് 1500 കിലോമീറ്റർ. സ്വന്തം ഉപഗ്രഹങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ മേഖലയുടെ സമ്പൂർണ്ണ ഭൂപട നിർമ്മാണത്തിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഭുവൻ. റഷ്യയുടെ നാവിഗേഷൻ സംവിധാനം ഗ്ലോനാസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ നാവിഗേഷൻ സംവിധാനം ഗലീലിയോ.